എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നല്ലേ. നമ്മൾ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുമോ? ഇല്ല. നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള ലൈഫ്, നമ്മളുടെ ഇതുവരെയുള്ള ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതും ഒക്കെ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് ആണോ നിങ്ങൾ ഇതുവരെ ജീവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനപ്രകാരമാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് ആലോചിക്കുക. നിങ്ങൾ ഇതുവരെയുള്ള ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്, നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണം, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോവാം. ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ സാധിച്ചിട്ടില്ല, നോ പറയേണ്ട അടുത്ത് പോലും നോ പറയാൻ സാധിച്ചിട്ടില്ല, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അവരെ പേടിച്ച് ആ ഒരു രീതിയിലാണ് ജീവിച്ചു പോയത് എന്നുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ് എനർജി, അതായത് ചില ആളുകളുണ്ട് മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി റിസീവ് ചെയ്യുന്നത്, അവർ പറയുന്ന ചില കുറ്റങ്ങളും പരദൂഷണമൊക്കെ കേട്ട് നിൽക്കേണ്ട അവസ്ഥ. അതായത് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, പക്ഷെ അവരോട് എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല കേട്ടോ എന്ന് പറയാനുള്ള ഒരു പേടി, അങ്ങനെ അവനവൻ്റെ കാര്യം പോലും പറയാൻ പേടിച്ചിട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഇതൊന്നുമില്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ ഹാപ്പിയാണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മുടെ നെഗറ്റിവിറ്റി മാറ്റണം, നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കണം, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണം, നമുക്ക് ഏണിങ്സ് ഉണ്ടാവണം അല്ലേ. എല്ലാവർക്കും ഏണിങ്സ് എന്നുള്ളൊരു സാധനം വേണം അല്ലേ. നമ്മുടെ മനസ്സെപ്പോഴും നമുക്ക് ആവശ്യത്തിന് മാത്രം പൈസ മതി, അല്ലെങ്കിൽ എന്തിനാ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ ആയിരിക്കും, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എടുത്ത് അത് ഭയങ്കരമായിട്ടുള്ള മണി ബ്ലോക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി, ആ ഒരു ചിന്തയൊക്കെ എടുത്ത് മാറ്റി നമ്മളെ മൈൻഡ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നമുക്ക് നമ്മുടെ മൈൻഡിനെ ക്ലിയർ ആക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ എന്തായാലും നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ എല്ലായിടത്തും മാറ്റണം. അതായത് എനിക്കിത് സാധിക്കത്തില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ആദ്യമേ അതിനെ എടുത്ത് മാറ്റുക. ബുക്സ് വായിക്കുക, നല്ല രീതിയിൽ ബുക്സ് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എഴുതണം, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം എഴുതണം, ജേർണൽസ് എഴുതണം, അഫർമേഷൻസ് എഴുതണം, ഇതെല്ലാം എഴുതണം. കൂടെ തന്നെ വായിക്കാനും ശ്രമിക്കുക. ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും റീഡിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡ് റിലാക്സേഷനും കോൺഫിഡൻസും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വരും. നമുക്ക് അറിവ് വർദ്ധിക്കുകയാണല്ലേ. അറിവ് വർദ്ധിക്കുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നതിൽ പിന്നെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. നമുക്ക് ഒരുപാട് നെഗറ്റീവ് എനർജിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഒത്തിരി സെൽഫ് ഹെൽപ്പ് ബുക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ടെങ്കിലും ആമസോണിലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് റേറ്റ് കുറവാണ്. ചിലർക്ക് പേപ്പർ പാക്ക് ആയിരിക്കും, ചിലത് ഒറിജിനലും കിട്ടും. അപ്പം ഇത് നമുക്ക് ഇപ്പോഴത്തേനല്ല, ഈ ബുക്സൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ അത് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഈ അറിവുകളെ ശേഖരിച്ച് വെക്കാം അല്ലേ. നമുക്കതൊന്നും ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. നമുക്ക് ഇപ്പോൾ വായിച്ച് കുറേ കഴിഞ്ഞിട്ട് അതിനെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വായിക്കാം. വീണ്ടും വായിച്ച് അതിൻ്റെ നോട്ട് പോയിൻറ്റ്സൊക്കെ എഴുതി എടുക്കാനായിട്ട് സാധിക്കും. നമുക്കതൊക്കെ ഏറ്റവും വലിയൊരു അസറ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ ബുക്കുകളുണ്ട്. ആ ഒരു ബുക്കുകളുടെയൊക്കെ ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. നിങ്ങൾ ആ ഒരു ബുക്കുകളൊക്കെ വായിച്ച് നോക്കുക. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത്ര നാളും ചിന്തിച്ച് വന്നിരുന്നതൊക്കെ എന്ത് പൊട്ടത്തെറ്റിലൂടെ ആയിരുന്നു എന്നുള്ള പല കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യും. ആ ഒരു ബുക്കുകളൊക്കെ വായിക്കുമ്പം ശരിക്കും എങ്ങനെയാണ് ഒരു ലൈഫ് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യും. നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി എങ്ങനെ മാറ്റിയെടുക്കാം. നമുക്ക് മറ്റുള്ളവരെ ഒരാളെയും മാറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നമ്മളെ ഒരുപാട് മാറ്റി നമുക്ക് നല്ല അടിപൊളിയായി നമ്മളെ ആക്കി വയ്ക്കാൻ പറ്റും. പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, ഭയങ്കരമായിട്ട് മൂഡ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു സാഡ് സോങ് എടുത്ത് കാണും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മൂഡ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിച്ചുപൊളി പാട്ടെടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഡാൻസ് ചെയ്യാൻ നോക്കുക. നമ്മൾ നല്ല രീതിയിൽ നല്ല മൂഡിലിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് മൂഡിലായിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സാഡ് സോങ് മാക്സിമം ഒഴിവാക്കുക. പിന്നെ എഴുന്നേറ്റുള്ള ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എഴുന്നേറ്റുള്ള ന്യൂസ് ചാനൽ വെക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നമുക്കൊരു ഡേ തുടങ്ങുമ്പോൾ തന്നെ പോസിറ്റീവ് വൈബിൽ വേണം തുടങ്ങാനായിട്ട്. നെഗറ്റീവ് എനർജി തരുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി കളയുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ദിവസം നമ്മൾ തലേദിവസമായി പ്ലാൻ ചെയ്യണം. എൻ്റെ നെക്സ്റ്റ് ഡേ ഇങ്ങനെ ആയിരിക്കണം, നമ്മുടെ നെക്സ്റ്റ് ഡേ എത്ര ബ്യൂട്ടിഫുൾ ആകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും അല്ലേ. നമ്മുടെ കയ്യിലാണ് നമ്മുടെ ആ ഒരു നെക്സ്റ്റ് ഡേ എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കാം നല്ല രീതിയിൽ. നമുക്കെല്ലാം നമ്മളൊരു ലിസ്റ്റ് ഡൗൺ പ്ലാനിങ് ഒന്ന് ചെയ്ത് വെച്ചേ. തലേദിവസം ഒരു ഡയറി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കി അതേപോലെ നടക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, മെൻറ്റൽ ക്ലോക്ക് സെറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഇതൊക്കെ പോസിബിളാണ്. നമ്മൾ ട്രൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഇത് ഇത്ര ഈസി ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.